ഇന്നുണ്ടല്ലോ ഞാൻ ഈ നേരെ എണീറ്റ് മീനിന് ഫുഡ് കൊടുത്തേ. ഇത് ഡെയിലി റുട്ടീനൊന്നല്ല, ഞാൻ തന്നെ ഡെയിലി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇസ്മായിൽക്കാണ് കൂടുതൽ ചെയ്യല്. പിന്നെ ഞാൻ എടുക്കും ഇസ്മായിൽക്ക് ഇല്ലാത്തവരോ അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് അല്ലാവേ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഒരു 11 മണിയായ ശേഷമാണ് ഇസ്മായിൽക്ക് പറയുന്നത് പഴം വെട്ടിത്തരും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫേമസ് സാധനമാണ്. ആണ്ട് 365 ദിവസവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളേ. അത്ര ഇഷ്ടം അത്. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ മുറ്റം അടിച്ചു വരാനുണ്ടേനെ. പിന്നെ നമ്മൾ ഇടവയും കൂടി ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ അടിച്ചു വരുന്നതാണ് ഇപ്പോൾ ഇസ്മായിൽക്ക് വീഡിയോ എടുക്കുന്നതല്ല. ഏതായാലും ഞാൻ ഒന്നങ്ങ് വീഡിയോയിൽ ഒന്നങ്ങ് ഒരു പ്രശ്നം കാണിച്ചാലോ എന്നുള്ളതിൽ ഒന്ന് അടിച്ചു വരുത്താന്ന്. പിന്നെ അലക്കാനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാൻ കൊണ്ടിട്ട്, അപ്പോൾ ഞാൻ അലക്കുന്നതെന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ചു വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മെഷീനിലും ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ നിന്ന് പണി കഴിയുമല്ലോ. പിന്നെ നമ്മൾ ബാക്കി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇസ്മായിൽക്കാൻ്റെ ഇക്കാക്കാൻ്റെ വീട് പണി നടക്കുന്നുണ്ടേനെ. അപ്പോൾ അവിടെ ഒന്ന് പോയി. ഇപ്പോൾ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അവർ വീട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ എൻ്റെ അലക്കിയ ഡ്രസ്സെല്ലാം കുടഞ്ഞിട്ട് ആറിയിട്ട് പിന്നെ അതാ കുളിയും നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം നാടൻ ചോറും കറിയെല്ലാം. അപ്പോൾ ഞാൻ നല്ല അടിച്ചു മാറി. പിന്നെന്താ പിന്നെ കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് പിന്നെ മഴയെല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒന്ന് വൈകുന്നേരം ആയ സമയത്ത് പുറത്ത് പോകാനുണ്ടേനെ. പുറത്ത് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങാം. അപ്പോൾ മഴ ഒതുങ്ങിയാലാണ് നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും. കാരണം മഴക്കോട്ടിട്ട് പോകുന്നേരം ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം പിന്നെന്താ ടൗണിലേക്ക് പോയി. പിന്നെ അത്രയേ ഉള്ളൂ.